ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പഴത്തിനെക്കുറിച്ച് പറയാനാണ്. പഴത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇതാണ് ആ പഴം, ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പോഷക ഗുണങ്ങൾ നിറഞ്ഞ ഒരു പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. എല്ലാവർക്കും അറിയുമെന്നറിയില്ല ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ. എനിക്കൊന്നും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഡ്രാഗൺ ഫ്രൂട്ടിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുന്നു. കൊളസ്ട്രോൾ, BP, പ്രമേഹം ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ കുറയ്ക്കുന്നു. പിന്നെ വൈറ്റമിൻ C ധാരാളം അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും തടി കുറയ്ക്കാനും ഇത് നല്ലൊരു പഴമാണ്. പോളിഫിനോളുകൾ അടങ്ങിയ ഈ പഴം ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാനും ഏറെ ഗുണകരമാണ്. ഈ പഴം മാർക്കറ്റിൽ നല്ല വിലയുള്ള പഴമാണ്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഇപ്പം കുറച്ച് ഈ സീസണാണ് ഇതിൻ്റെ, അപ്പോൾ കുറച്ച് വില കുറവാണ് ഈ പഴത്തിന്. അല്ലെങ്കിൽ ഒരു പഴത്തിന് തന്നെ 100 രൂപ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പഴം ദഹന പ്രക്രിയ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. ഈ പഴത്തിൽ ബീറ്റാ-ടാനുകൾ അടങ്ങിയിട്ടുണ്ട്, അതിനാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. ഇതിൽ ചെറിയ വിത്തുകളാണ് ഉള്ളത്. വിത്തുകളിൽ ധാരാളം omega-3, omega-9 ഫാറ്റി ആസിഡുകളാൽ സമ്പുഷ്ടമാണ്. ഈ പഴം കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ഈ റെഡ് കളറാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് ഉള്ളതുണ്ട്, അതിന് തീരെ മധുരം ഉണ്ടാവില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളമില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാറുണ്ടോ? ഇങ്ങനെ തന്നെയാണോ നിങ്ങളൊക്കെ കട്ട് ചെയ്യാറ്? നിങ്ങളെങ്ങനെയാണ് കട്ട് ചെയ്യാറ് എന്ന് കമൻ്റ് ഇടണേ. എങ്ങനെയാണ് കട്ട് ചെയ്യാറ്, എങ്ങനെയാണ് കഴിക്കാറ്? ചില ആൾക്കാർ ജ്യൂസൊക്കെ ആക്കി കഴിക്കും. മോനിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഈ കാർഡിയോവാസ്കുലർ രോഗങ്ങളില്ലേ, അതകറ്റാൻ ഏറെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ E അടങ്ങിയിട്ടുണ്ട് ഇതിൽ, അപ്പോൾ ചെറുപ്പം നിലനിർത്തും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പല ആൾക്കാരും ഇത് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. അധിക വീട്ടിലും ഇതുണ്ടാവും, ഇതിൻ്റെ കൃഷി ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഈ പഴം കഴിക്കാത്തവരാണെങ്കിൽ ഉറപ്പായാലും കഴിച്ച് നോക്കണം കേട്ടോ. ഈ റെഡ് കളറുള്ളതാണെങ്കിൽ നല്ല മധുരമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്കൊന്നും ഉള്ളിൽ വൈറ്റ് ഉള്ളത് അത്ര ഇഷ്ടമല്ല. നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഇല്ലേ, നമ്മളധികം ആൾക്കാരും ജ്യൂസ് അടിച്ച് കഴിക്കാറാണ് പതിവ്. ഈ ജ്യൂസ് അടിച്ച് കഴിക്കാതിരിക്കുക. നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ വെച്ചാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം നശിച്ചു പോവുക. അപ്പോൾ കഴിയുന്നതും കട്ട് ചെയ്ത് കഴിക്കാൻ നോക്കണം കേട്ടോ. ഹലോ ഗായ്സ്, നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഹലോ ഗായ്സ്, നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം.